സൗദി അറേബ്യ 2026 ഹജ്ജ് കർമ്മത്തിനായുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയ മാറ്റങ്ങളും കർശനമായ നിയമങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. കർശനമായ മാറ്റങ്ങളും നിയമങ്ങളുമാണ് ഇത്തവണ ഹജ്ജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ യുഎയിൽ നിന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ വിസ നടപടികൾ, നുസുക് രജിസ്ട്രേഷൻ, യാത്രാ ക്രമീകരണങ്ങൾ എന്നിവയിൽ വരുത്തിയ പുതിയ മാറ്റങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. 1.2 ദശലക്ഷം ആളുകൾ ഇതിനകം തന്നെ ഹജ്ജ് യാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. വിസ നടപടികളുടെ വേഗത തന്നെയാണ് യുഎയിലെ പ്രവാസികൾക്ക് ഇത്തവണ കൂടുതൽ ആശ്വാസകരമാകുന്നത്. സാധാരണയായി അവസാന നിമിഷം വരെ ചിലപ്പോൾ വിസയ്ക്കായി കാത്തിരിക്കേണ്ട അവസ്ഥ വരെയുണ്ട്. എന്നാൽ 2026 ഫെബ്രുവരി 8 മുതൽ സൗദി അറേബ്യ ഇത് ആരംഭിച്ചു കഴിഞ്ഞത് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അവസാന സമയത്തെ യാത്രാ തടസ്സങ്ങളെ ഇത് ഒഴിവാക്കി. കൂടാതെ 2026 മെയ് 24 മുതൽ 29 വരെയാണ് ഹജ്ജ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടകർക്ക് ഏപ്രിൽ 18 മുതൽ മെയ് 21 വരെ സൗദിയിലേക്ക് പ്രവേശിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ആയതിനാൽ യുഎയിൽ നിന്നുള്ളവർക്ക് വിസ നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കണം. ഹജ്ജ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നുസുക് എന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് നടപ്പിലാക്കുന്നത്. ഈ സംവിധാനം വഴി ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ സാധിക്കും. വിമാന ടിക്കറ്റ്, താമസ സൗകര്യം, ഗതാഗതം എന്നിവയെല്ലാം തീർത്ഥാടകർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കും. കൂടാതെ മദീനയിലെ റൗദ സന്ദർശനത്തിനുള്ള പെർമിറ്റും നുസുക് ആപ്പ് വഴി നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ യുഎയിലെ പ്രവാസികൾക്ക് nusuc.sa എന്ന വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ ഉപയോഗിച്ച് മാത്രമാണ് ബുക്കിംഗുകൾ നടത്താൻ സാധിക്കൂ. ഈ സമയങ്ങളിൽ അംഗീകൃതമല്ലാത്ത ട്രാവൽ ഏജൻസികൾ കൂടുതലായും കാണും. അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം. അതേസമയം യുഎയിൽ നിന്ന് സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് യാത്രാ സമയം കുറവാണെന്ന ഗുണമുണ്ടെങ്കിലും പുതിയ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണം. നിലവിലെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ വിമാന റൂട്ടുകളിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ യാത്രാ പ്ലാനുകളിൽ സാഹചര്യമനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നിർദ്ദേശം. കൂടാതെ മക്കയിലെയും മദീനയിലെയും ഹോട്ടൽ താമസത്തിന് പുതിയ ലൈസൻസിംഗ് രീതിയും നിലവിൽ വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.